ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഹാൻഡ് മെയ്ഡ് ഹെവൻ. നമുക്ക് ഈ പെൻസിലുകളെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് ഇതുപോലെ ആക്കിയാലോ? പേനകളെ മാത്രമല്ല, പെൻസിലും നമുക്ക് ഇതുപോലെ ആക്കാം. പിന്നെ ഇതിൻ്റെ മുന്നേ ഒടിഞ്ഞു പോയാൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അതിനാദ്യം ഒരു കളർ പേപ്പർ എടുത്ത് നമുക്കിഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കണം. ഒരു പേപ്പറിൽ നിറയെ ഡിസൈനൊന്നും വരയ്ക്കേണ്ട, ഒരു സൈഡ് പകുതി മാത്രം വരച്ചു കൊടുത്താൽ മതി. ഇനി പെൻസിലെടുത്ത് പേപ്പറിൽ നന്നായി ചുറ്റി കൊടുക്കണം. പെൻസിൽ പേപ്പറിൽ ചുറ്റുമ്പോൾ ഡിസൈൻ ആദ്യം വരാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ചുറ്റാൻ മറക്കരുത്. ഇനി അറ്റത്തും താഴെയും പശ വെച്ച് ഒട്ടിക്കണം. അങ്ങനെ നമ്മുടെ പെൻസിലിനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് ചുരുട്ടിയത് കൊണ്ട് തന്നെ എഴുതുമ്പോൾ പെൻസിൽ താഴെ വീഴും എന്ന പേടിയൊന്നും നമുക്ക് വേണ്ട. ഇനി പെൻസിലിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കാൻ ഇതിൻ്റെ സെയിം കളർ പേപ്പർ എടുത്ത് അതേ ഡിസൈൻ വരച്ച് ഇതുപോലെ തന്നെ അളവെടുത്ത് ചുരുട്ടി ഒരു സൈഡ് പശ വെച്ച് ഒട്ടിക്കണം. ദേ നമ്മുടെ പെൻസിൽ ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ശരിക്കും ആരും പറയില്ല ഇതൊരു പെൻസിലാണെന്ന്. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇതുപോലെ തന്നെ ഞാനൊരു പെൻസിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഷോർട്ട്സായി നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വേണ്ടവർ ഓൾറെഡി ഷോർട്ട്സ് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഒരു കുഞ്ഞൻ പെൻസിലിനെ മേക്ക് ഓവർ ചെയ്തെടുത്താലോ? അതിനൊരു റെഡ് കളർ പേപ്പർ എടുത്ത് പെൻസിലിൻ്റെ അളവിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ വേണം പേപ്പർ എടുക്കാൻ. ഇവിടെ ഞാൻ എക്സ്ട്രാ ക്യാപ്പിനുള്ള പേപ്പർ കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റണം. വരയ്ക്കാൻ ചെറിയ മടിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ പിന്നുള്ളൊരു സ്കെച്ച് പെൻ എടുത്ത് ഞാൻ ലൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അതല്ലേ നല്ലത്. പിന്നെ ലൈൻസ് ആണെങ്കിലും ഞാൻ വരച്ചു വന്നപ്പോൾ ശരിക്കും ടൈഗറിൻ്റെ ദേഹത്തുള്ള വര പോലെ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനി ക്യാപ്പിനുള്ള ഭാഗം കട്ട് ചെയ്ത് നമ്മുടെ പെൻസിലെടുത്ത് ചുറ്റണം. മറ്റു പെൻസിലുകളെ പോലെയല്ല, നീളം ഇല്ലാത്ത പെൻസിലായതുകൊണ്ട് ചുറ്റാൻ നല്ല പാടാണ്. കാരണം ലൂസായി പോകും നമ്മൾ ചുറ്റി വരുമ്പോൾ. അവസാനം ഒരുവിധം കയ്യിൽ പിടിച്ചും മേശയുടെ മുകളിൽ വെച്ചും ഞാനിത് മടക്കി ചുരുട്ടി പശ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നമ്മുടെ കുഞ്ഞൻ പെൻസിലാണെന്ന് ആരെങ്കിലും പറയുമോ? അതാണ്. ഇനി ക്യാപ്പിനുള്ള പേപ്പർ കൂടി റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുനേ ഒടിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഈ പെൻസിലിനെ താഴ്ഭാഗം കട്ട് ചെയ്ത് പെൻസിലിനെ എടുക്കാം. അല്ലെങ്കിൽ പേപ്പർ മാറ്റി പെൻസിലെ ഷാർപ്പ് ചെയ്ത ശേഷം ഒരു പേപ്പർ എടുത്ത് ഡിസൈൻ ചെയ്ത് വീണ്ടും മേക്ക് ഓവർ ചെയ്തെടുക്കാം. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഡെയിലി ഓരോ പെൻസിൽ കൊണ്ടുവന്ന് കൂട്ടുകാരെ പറ്റിക്കാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ ഒന്നല്ല 3 പെൻസിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ പെൻസിലാണെന്ന്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം പറയാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.